ജംഷീർ വീണ്ടും ചേരും. ജംഷീർ, ഇപ്പോൾ ഈ മണ്ണിടിഞ്ഞ പ്രദേശം അത് എത്ര ഏക്കർ വരും? അവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്താനാണ് ശ്രമിച്ചത് എന്നാണ് പറയുന്നത്? ഏക്കർ കണക്കിന് സ്ഥലം ഇത് ഇവിടെ ഉണ്ട്. അതിൽ ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണെടുത്തിരിക്കുന്നത്. അത് കെട്ടിട നിർമ്മാണത്തിനാണെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത്. എന്ത് കെട്ടിടമാണ് എന്നെ സംബന്ധിച്ച് അറിയില്ല. അതിന്റെ ഒരു ഭാഗത്ത് മണ്ണും മറ്റൊരു ഭാഗത്ത് കല്ലും പാറയുമാണ്. അത് ആ ഒരു സൈഡിലെ പാറ തുരന്നെടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, ഈ പാറ പൊട്ടിക്കുക എന്ന് പറയുന്നത് ജർക്കിങ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മണ്ണിന് ഇളക്കം തട്ടിയിട്ടുണ്ടാകാം. ആ ഒരു ഭാഗത്ത് പാറ പൊട്ടിക്കുന്നതിനൊപ്പം തന്നെ എതിർദിശയിൽ നിന്ന് മണ്ണ് ഇളക്കുകയും ചെയ്തിട്ടുണ്ട്. എതിർദിശയിൽ നിന്ന് മണ്ണ് ഇളക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് നിന്ന് പാറ പൊട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണ് ജർക്ക് ചെയ്ത് മണ്ണിളകും. ആ പ്രദേശത്ത് തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് മണ്ണ് മാന്തുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇത് മണ്ണിടിച്ചിലിന് ഉണ്ടാകാനുള്ള വലിയ ഒരു സാധ്യതയാണ്. ഇപ്പോൾ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ നിർമ്മാണം നടന്നതെന്ന് ഏതൊരു സാധാരണ ആൾക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകും. ഒരു മണ്ണ് എടുത്ത് അതിനുശേഷം ഒരു പ്രൊട്ടക്ഷൻ വാളോ അല്ലെങ്കിൽ ഒന്നും തന്നെ അവിടെ നിർമ്മിച്ചിട്ടില്ല. ഇത്തരത്തിൽ വലിയൊരു മഴ വരുന്ന ഒരു സമയം, മഴക്കാലമാണ്. ഇത് മണ്ണിടിച്ചിലുണ്ടാകുന്നത് ഏതൊരാൾക്കും നേരത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ചെങ്കുത്തായ ഒരു കുന്നിൻ പ്രദേശമാണ്. അത് ഇടിഞ്ഞു താഴും എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ്. പക്ഷേ അവിടെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നിർമ്മാണം നടന്നതെന്നുള്ളതാണ്. ഇനി ആരാണ് ഇതിന് അനുമതി നൽകിയത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥർ, അതായത് ഉദ്യോഗ തലത്തിൽ നിന്നാണ് ഇതിന് അനുമതി പോയത് എന്നുള്ളതാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിന് അനുമതി നൽകിയെന്ന് അല്ലെങ്കിൽ ഇതിന് നേരത്തെ അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന് അവർ കരുതുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ജിയോളജി വകുപ്പോ അല്ലെങ്കിൽ ഏത് വകുപ്പിൽ നിന്നാണ് ഇതിന് അനുമതി ലഭിച്ചത് അക്കാര്യമാണ് ഇനി അറിയേണ്ടത്. കാരണം ആ രീതിയിലാണ് നിർമ്മാണം ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇതിന്റെ മറ്റു കാര്യങ്ങൾ, അതായത് ആരാണ് ഇവിടെ ഇത്തരത്തിൽ, ഏത് സ്വകാര്യ വ്യക്തിയാണ് ഇത്തരത്തിൽ ഇവിടെ നിർമ്മാണം നടത്തിയത്, ആരനുമതി നൽകിയിട്ടാണ് അവർ നിർമ്മാണം നടത്തിയത്, ഇനി അതല്ല നാട്ടുകാർ ഉന്നയിക്കുന്നത് പോലെ അനുമതി ഇല്ലാതെയാണോ നിർമ്മാണം നടത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം വിളിച്ചു വരുത്തിയ അപകടം എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. സാധാരണ മഴക്കെടുതി എന്നതിനപ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയ ഒരു ദുരന്തമായി, അപകടമായി ഇത് മാറുകയാണ്. ആർക്കും പരിക്കോ അല്ലെങ്കിൽ ഇല്ലാത്തത് വളരെ ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ റിൻഷ ടെലിഫോൺ ലൈനിലുണ്ട്. റിൻഷ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ അത് ആ പ്രദേശത്തെ തദ്ദേശ സ്ഥാപനം അറിയുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്? നിലവിലെ നിയമങ്ങൾ പ്രകാരം തദ്ദേശ സ്ഥാപനത്തിന്റെ കൗൺസിൽ അത് അറിയേണ്ട എന്നാണ്. ഈ നഗരസഭ കൗൺസിലിന്റെ അകത്ത് ജനപ്രതിനിധികൾ ഇരിക്കുന്ന മീറ്റിംഗിന്റെ അകത്തല്ല ഇത് ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥര് നോംസ് പ്രകാരം ഓക്കെ ആണെങ്കിൽ അവരാണ് പെർമിഷൻ കൊടുക്കുന്നത്. മണ്ണെടുക്കാൻ 3000 സ്ക്വയർ ഫീറ്റിന് താഴെയാണെങ്കിൽ നഗരസഭക്കും മണ്ണെടുക്കാനുള്ള പെർമിഷൻ കൊടുക്കാം. ജിയോളജിയിൽ നിന്നാണ് അവർ കല്ലെടുക്കാനുള്ള പെർമിഷൻ എടുത്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും അൺഓതറൈസ്ഡ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ട്, കളക്ടറോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ മുഖം നോക്കാതെ നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. റിൻഷ, ഈ 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള പ്രദേശത്ത് മണ്ണെടുക്കാൻ ജിയോളജിക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. എങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു കൺകറൻസ് ഉണ്ടാവണ്ടേ? അതില്ലാത്ത സാഹചര്യം ഇപ്പോൾ റിൻഷ നോക്കൂ, ഇപ്പോൾ അവിടെ ആ സ്ഥലത്തെത്തിയപ്പോൾ റിൻഷയോടാണ് ആളുകൾ ചോദിക്കുന്നത്. അതെ, നമ്മൾക്കൊരു വലിയൊരു പ്രയാസം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഒരുപാട് അധികാരങ്ങൾ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇങ്ങനത്തെ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഇതിന്റെ ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം തദ്ദേശ സ്ഥാപനത്തിനില്ല. ഇതിന്റെ ടാക്സ് വാങ്ങിക്കുന്നത് സർക്കാരാണ്. ഇതിന്റെ ദുരിതം മാത്രം ഞങ്ങൾക്ക്, ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഞങ്ങളാണ് ഇവർ കാണുന്നത്, ഞങ്ങളാണ് ഇവരുടെ പ്രയാസം അറിയുന്നത്, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവരെ കൂടെ നിൽക്കേണ്ടത്. ഞങ്ങളുടെ ഒരുപാട് അധികാരങ്ങൾ കഴിഞ്ഞ തവണ സർക്കാർ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതിന് ടാക്സ് അടക്കം വാങ്ങിക്കുന്നത് അവരാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മൗലികമായ പ്രശ്നം. മന്ത്രി റിൻഷ, തദ്ദേശ സ്ഥാപന വകുപ്പ് മന്ത്രി മലപ്പുറം ജില്ലയിൽ നിന്നാണ്. അദ്ദേഹത്തിന് നിങ്ങൾ ഒരു നിവേദനം കൊടുക്കണം. ഇത് മാറ്റി നിങ്ങൾ മറുപടി പറഞ്ഞിരിക്കേണ്ടി വരും. അതെ, ഇത് ഇനി എന്തായാലും ഇപ്പോഴത്തെ മിനിസ്റ്റർ കുഞ്ഞാൽ സാഹിബിന്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത്. ഇദ്ദേഹം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആരായാലും ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
നമ്മൾക്ക് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ഒരു അധികാരം എടുത്തു മാറ്റിയ സമയത്ത് ഒരുപാട് തവണ നമ്മൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അന്നത്തെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരൊക്കെ തന്നെയും ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട്. ശരി റിൻഷ, ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടോ? കളക്ടറെ ബന്ധപ്പെട്ടു. കളക്ടർ ഈ സ്പോട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. മിനിസ്റ്റർ ലെവൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ ജിയോളജിയെയും നമ്മുടെ നഗരസഭ പെർമിഷൻ കൊടുത്തിട്ട് ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുത്ത് അവരെയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. തഹസിൽദാർ സ്പോട്ടിലുണ്ട്, വില്ലേജ് ഓഫീസേഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നിലവിൽ ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ റിൻഷ, ഇനി ഇതുപോലെ നിങ്ങളുടെ നഗരസഭാ പരിധിയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടുവച്ചോ? അല്ല, ഈ പലയിടങ്ങളിലും ഞാൻ പറഞ്ഞല്ലോ, പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്, ഇടിഞ്ഞിട്ടുണ്ട്, കിണറ് താഴ്ന്നിട്ടുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. അത് എല്ലായിടത്തും ഉണ്ട്. നഗരസഭ എന്നല്ല, കേരളത്തിൽ ഒട്ടാകെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇംഗൽ സിറ്റിയിൽ നിന്ന് വരുന്ന വെള്ളം ഒരു പ്രദേശത്തേക്ക് വ്യാപകമായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് അതോറിറ്റീസ് നോക്കേണ്ട സംഗതികളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളല്ല ലൈസൻസ് കൊടുക്കുന്നത്, നമ്മളല്ല അതിന്റെ നികുതി വാങ്ങിക്കുന്നത്. ശരി, നന്ദി റിൻഷ ഈ വാർത്തയോട് പ്രതികരിച്ചതിന്. എന്തായാലും റിൻഷയും ആ പ്രശ്നം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നുകൊണ്ട് നടത്തിയ നിയമ ഭേദഗതി മൂലം പലപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾക്ക് കൈകെട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ്. അവരൊരു കാര്യവും അറിയുന്നില്ല, പകരം ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ കൗൺസിലിൽ വരികയോ ചർച്ചയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മൗലികമായ പ്രശ്നം. ഇത്തരം പ്രശ്നങ്ങൾ സംസ്ഥാനത്തെമ്പാടും ഇനിയും തദ്ദേശ സ്ഥാപനങ്ങളുടെ സാരഥികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് പാണക്കാട്ടെ ഈ സംഭവം തെളിയിക്കുന്നത്. ജംഷീറിലേക്ക് വീണ്ടും. ജംഷീർ, ഇപ്പോഴും അപകടസ്ഥിതി തുടരുകയാണ് ആ പ്രദേശത്ത്. അതായത് ഇപ്പോഴും അവിടെ മണ്ണ് ഇടിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാർ ചേർന്ന് ഇവിടെ പിന്നെ നേരത്തെ എപ്പോഴാണ് തുടങ്ങിയത്? 2018 അവിടെ അതിന്റെ അപ്പുറത്ത് ഈ ഭൂമിന്റെ തൊട്ടപ്പുറത്ത് തന്നെ, ഈ പൊട്ടിയതിന്റെ അപ്പുറത്ത് തന്നെ ഫുള്ള് മണ്ണും പോയി പുഴേന്റെ കെട്ടടക്കം പുഴയ്ക്ക് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേ മണ്ണ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ മണ്ണ് ഓൽക്ക് ജിയോളജിന്റെ അനുമതി വാങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ജിയോളജിക്കാർ വന്നുകൊണ്ട് പരിശോധിച്ചാലല്ലേ മണ്ണിന്റെ ഘടന ഓൽക്ക് മനസ്സിലാവില്ലേ? അത് ജിയോളജിക്കാരുള്ള ഒരു അനധികൃതമായ നിർമ്മാണമാണ് നടക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇതെന്താ വെച്ചാൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടുന്ന് കോറി, അതായത് കല്ല് കണ്ടമാനം പോകുന്നുണ്ട്. കോറി പൊട്ടിച്ചാണ്ട് കല്ല് പൊട്ടിച്ചാണ്ട് രാവിലെ മുതൽ വണ്ടിയിൽ നല്ല പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഈ കല്ല് പൊട്ടിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ജർക്കിങ് ഉണ്ടാവാതെ കല്ല് പൊട്ടിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും ചെറിയൊരു ജർക്കിങ് ഉണ്ടാവും, എന്ത് സാങ്കേതികത ഉപയോഗിച്ചാലും. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ നമ്മളെ മേലിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലൊക്കെ പെയ്ത മഴ അറിയില്ല, നല്ല ശക്തമായ മഴയല്ലേ. ഇതിപ്പോ അതിന്റെ മുന്നേ സ്ട്രൈറ്റ് പാത്ത് സ്കൂളിന്റെ തൊട്ടടുത്തുനിന്നാണ് പൊട്ടി വന്നത് 2018. ഇപ്പൊ അതേ സ്ഥിതി തന്നെയാണ്. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ അതേ അവസ്ഥ പൊളിഞ്ഞുകൊണ്ടിരിക്കും. ഇത് പിന്നെ അനധികൃതമായ സംഘഭാവം തന്നെയാണ് എല്ലാം. പെട്രോൾ പമ്പിനാണ് പറയുന്നത്, ഹെൽത്ത് സെന്ററിനാണ് ഒന്നുള്ളത്. അതിന്റെ ഈ സ്ഥലം പെട്രോൾ പമ്പിനാണ് ഇതല്ല, ഇത് പെട്രോൾ പമ്പിനല്ല. ഇത് ആർക്കും അറിയില്ല എന്താണ് സംഭവം. എന്തോ കെട്ടിടത്തിനാണെന്ന് തോന്നുന്നു. അതിന്റെ പെർമിഷനും കാര്യം ആരെടുത്തത് അറിയില്ല. ജിയോളജിന്ന് അനുമതി വാങ്ങിയപ്പോ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് നാട്ടുകാർക്കും അറിയില്ല. JCB വെച്ച് മണ്ണ് വന്നിരുന്നു അവിടെ. JCB, ഹിറ്റാച്ചി എല്ലാം ഉണ്ടായിരുന്നു. എന്നാണ് അവർ നിർത്തിയത് അവിടെ? അതിപ്പോ ഈ മഴ തുടങ്ങി കുറച്ച് പൊട്ടിച്ചാടിയിരുന്നു. ഇപ്പൊ മഴ 2-3 ദിവസം മുന്നേ നല്ല ശക്തമായ മഴയായിരുന്നല്ലോ. അപ്പൊ പൊട്ടിച്ചാടിയപ്പോ നിർത്തിയതാണ്. മണ്ണ് ഇടിഞ്ഞപ്പോഴാണ് നിർത്തിയത്. അതിന്റെ അതുവരെ മണ്ണുണ്ടായിരുന്നു. ഇപ്പൊ ഒരു വട്ടം ഇടിഞ്ഞു പൊളിഞ്ഞു പോന്നിട്ട് അവിടെ ഈ കാലില് പിന്നെ മരത്തിന്റെ കാലെടുത്തിട്ട് പായ കെട്ടിയിരുന്നു. ആ പായ എല്ലാം കൂടി മറിഞ്ഞ് റോട്ടിക്ക് ചാടി. അതിന്റെ ശേഷമാണ് ഇപ്പൊ ഇവിടെ പിന്നെ പൈപ്പെല്ലാം ഉപയോഗിച്ചിട്ട് ഒരു മറ കെട്ടിയിട്ടുള്ളത്. ആ പൊട്ടിച്ചാടിയതിന്റെ ശേഷമാണ്. അത് അപ്പൊ അവർക്ക് അപ്പോഴും അറിയാതെ ഇത് പൊട്ടിച്ചാടുന്നുള്ളത്. എന്നിട്ടും അവര് നിർമ്മാണം തുറന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അതാണ് ഏറ്റവും അപകടം ഉണ്ടായത്. ഏതായാലും പ്രദേശവാസികളാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വലിയ നിർമ്മാണം നടക്കാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് നിർമ്മാണം നടന്നു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. കാരണം അത്രയേറെ പ്രശ്നബാധിതമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ എന്നുള്ളതാണ്. ഇത് രാവിലെ മുതലാണ്, ഇന്ന് മുതലാണ് തുടങ്ങിയത്? ഇന്ന് രാവിലെ മുതൽ. ഇവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനം നടന്നു? അത് കറക്റ്റ് അറിയില്ല. ഞാൻ പ്രവാസിയാണ്, ഞാൻ വന്നിട്ടുള്ളൂ. മണ്ണ് വാന്തിരുന്നു, അതുപോലെ പാറൊക്കെ പൊട്ടിച്ചിരുന്നില്ല? പാറ അതിന് മുന്നേ പാറ പൊട്ടിച്ചവിടെ കാണുന്നുണ്ട്. മണ്ണ് എടുക്കാൻ പാടില്ലാത്തൊരു പ്രദേശമാണ്, ചെങ്കുത്തായ പ്രദേശമാണ്. അതിന് പൊട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ചോദിച്ചാൽ തന്നെ അറിയാൻ കഴിയും. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മണ്ണെടുക്കാൻ പറ്റുന്നതല്ല, അത്രയും ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അത്രയും അനധികൃതമായിട്ട് തന്നെയാണ് അവിടെ നടക്കുന്നത്. അത് സംഭവത്തെ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മാത്രമേ ഉള്ളൂ. വേറെ പാറ പൊട്ടിച്ചിരുന്നവര് പാറ പൊട്ടിച്ചതായിട്ട് എനിക്കറിയില്ല. ഇവിടെ ഉള്ള ആൾക്കാരാണ് ഇപ്പൊ അത്. ഞാൻ കുറച്ച് അപ്പുറത്തുള്ള ആളാണ്. ഏതായാലും പാറ പൊട്ടിക്കുകയും അതോടൊപ്പം തന്നെ മണ്ണെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആരാണ് ഇതിന് അനുമതി നൽകിയതെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കാരണം ഒരു കാരണവശാലും
നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ലാത്ത ഒരു മേഖലയിൽ ഒരു പ്രദേശത്തെ ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അത് തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു അപകടം നമ്മുടെയൊക്കെ കൺമുന്നിൽ നിന്നാണ്. നമ്മളൊക്കെ തന്നെ അത്ഭുതകരമായാണ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. നമ്മുടെ ക്യാമറമാൻ അനൂപ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. കൈരളി ചാനലിന്റെ ക്യാമറമാന്റെ ദേഹത്തേക്ക് മണ്ണ് പതിച്ചു. അദ്ദേഹത്തെ അവിടെ നിന്ന് പിന്നീട് മണ്ണിൽ നിന്നാണ് വലിച്ചെടുത്ത് കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ കൈക്കും അതോടൊപ്പം തന്നെ കാലിനെല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഒരു വണ്ടി അതിനകത്ത് ഒരു ബൈക്ക് കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ അതിന്റെ പരിധികളിൽ നിന്നെല്ലാം തന്നെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. ആ പ്രദേശത്ത് ഇപ്പോഴും മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് കഴിയുന്നത്. ഈ മലയുടെ അപ്പുറമാണ് ആ ഭാഗം. നമ്മളിപ്പോൾ കാണുന്ന ഈ മലയുടെ അപ്പുറത്താണ് ആ മണ്ണിടിഞ്ഞിട്ടുള്ളത്. അതിന്റെ കുറച്ച് മീറ്ററുകൾക്കപ്പുറം ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിനൊക്കെ സമീപത്ത് തന്നെയാണ് ഈ മണ്ണിടിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തമാണ് സംഭവിച്ചത്. വാഹനങ്ങൾ ആ സമയത്ത് നാട്ടുകാർ തക്ക സമയത്ത് ഇടപെട്ട് വാഹനങ്ങളൊക്കെ തന്നെ നിയന്ത്രിക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്തുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്നുള്ളതാണ്. അവിടെ നിരവധി പാണക്കാട്ട് അപകടം ഒഴിവായത്. ബാക്കി കാര്യങ്ങൾ ഇനി അന്വേഷണത്തിൽ അറിയേണ്ടതാണ്.